എ ശ്രീധരമേനോന്റെ കേരള ചരിത്രം ഭാഗം 23 അധ്യായം 10 കുലശേഖരകാലത്തെ ഭരണരീതിയും സമുദായവും. കുലശേഖര ഭരണത്തിന്റെ പൂർവ്വഘട്ടമായ 9ഉം 10ഉം നൂറ്റാണ്ടുകൾ കേരള ചരിത്രത്തിലെ സുവർണയുഗമാണ്. പ്രജാഹിതം മാനിച്ചുകൊണ്ടുള്ള കുലശേഖര ചക്രവർത്തിമാരുടെ ശോഭനമായ ശാസനത്തിൻ കീഴിൽ വ്യവസ്ഥാപിതമായ ഭരണവും സാർവത്രികമായ അഭിവൃദ്ധിയും നിലനിന്നു. സമുജ്വലമായ സാംസ്കാരികോത്കർഷത്തിന്റെ കാലമായിരുന്നു അത്. സാഹിത്യവും കലകളും ശാസ്ത്രവും മതവും വിപുലമായ വികാസം നേടി. വാണിജ്യം അഭിവൃദ്ധിപ്പെട്ടു. പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും 9ഉം 10ഉം ശതകങ്ങളിൽ കേരളത്തിന് മഹത്തായ നേട്ടങ്ങൾ ഉണ്ടായെങ്കിലും 11ആം നൂറ്റാണ്ടിൽ ദീർഘമായ ചോള ചേര യുദ്ധത്തിന്റെ ഫലമായി സാമ്രാജ്യത്തിന്റെ കേന്ദ്രാധികാരം തകരുകയും സാംസ്കാരിക നിശ്ചലതയും സാമ്പത്തിക ക്ഷയവും അനുഭവപ്പെടുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ദൂരവ്യാപകമായ ചില സാമ്പത്തിക സാമൂഹിക പരിവർത്തനങ്ങളും ഉണ്ടായി. കുലശേഖര ഭരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഭരണതലത്തിലും സാമൂഹിക രംഗത്തുമുണ്ടായ വികാസത്തെയും അവസാന ഘട്ടങ്ങളിൽ സാമൂഹികമായും സാമ്പത്തികമായും സംഭവിച്ച വമ്പിച്ച വ്യതിയാനങ്ങളെയും അവലോകനം ചെയ്യുകയാണ് ഈ അധ്യായത്തിൽ. രാഷ്ട്രീയ വിഭാഗങ്ങൾ. കുലശേഖര സാമ്രാജ്യം പരമാവധി വിസ്തൃതമായപ്പോൾ ഇന്നത്തെ കേരളത്തിന് പുറമെ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരും സമീപ പ്രദേശങ്ങളും സേലം, കോയമ്പത്തൂർ പ്രദേശങ്ങളിൽ ചിലതും അതിലുൾപ്പെട്ടിരുന്നു. ഭരണ സൗകര്യത്തിനു വേണ്ടി പല നാടുകളായി അഥവാ പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിരുന്നു അന്ന് കേരളം. വേണാടായിരുന്നു സാമ്രാജ്യത്തിന്റെ തെക്കേ അറ്റത്തെ നാട്. കൊല്ലം, കൊട്ടാരക്കര, ചിറയൻകീഴ് എന്നീ താലൂക്കുകളും തിരുവനന്തപുരം, നെടുമങ്ങാട് താലൂക്കുകളുടെ ഏതാനും ഭാഗങ്ങളും ചേർന്നതായിരുന്നു അന്നത്തെ വേണാട്. കൊല്ലമായിരുന്നു തലസ്ഥാനം. വേണാടിന് വടക്ക് ഓടനാടായിരുന്നു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കും ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളും ചേർന്നാൽ പണ്ടത്തെ ഓടനാടായി. ആദ്യം മാവേലിക്കരയ്ക്കടുത്തുള്ള കണ്ടിയൂർ മറ്റവും പിന്നീട് കായംകുളത്തെ എരുവയുമായിരുന്നു ഓടനാടിന്റെ തലസ്ഥാനം. നന്റുഴൈ നാടും തിരുവല്ല, ചങ്ങനാശ്ശേരി പ്രദേശങ്ങൾ, മുഞ്ഞുനാടും കോട്ടയം പ്രദേശം ആയിരുന്നു ഓടനാടിന് വടക്ക്. മുഞ്ഞുനാടിന് വടക്കായി വെമ്പൊലി നാടും വൈക്കം, മീനച്ചൽ പ്രദേശം, അതിന് കിഴക്കായി കീഴ്മലൈ നാടും സ്ഥിതി ചെയ്തു. തൊടുപുഴയും മൂവാറ്റുപുഴയും ചേർന്ന കീഴ്മലൈ നാടിന്റെ തലസ്ഥാനം തൊടുപുഴയ്ക്ക് അടുത്തുള്ള കാരിക്കോടായിരുന്നു. അതിനു വടക്കായിരുന്നു എറണാകുളം, തൃശൂർ ജില്ലകളിലെ തൃക്കാക്കരയും സമീപ പ്രദേശങ്ങളും ഉൾപ്പെട്ട കാൽക്കരൈ നാട്. അതിനും വടക്കുള്ള നാടുകളായിരുന്നു നെടുപുറയൂർ നാട്, തലപ്പിള്ളി, പാലക്കാട്, ചിറ്റൂർ പ്രദേശങ്ങൾ, വള്ളുവനാട്, പൊന്നാനി, പെരിന്തൽമണ്ണ, തിരൂർ പ്രദേശങ്ങൾ, ഏറാൾ നാട്, ഏറനാട്ട് പ്രദേശം, പോളനാട്, കോഴിക്കോട്ട് പ്രദേശം, കുറുമ്പുറൈ നാട് അഥവാ കുറുമ്പ്രനാട്, കൊയിലാണ്ടിയും തെക്കൻ വയനാടും, കോലത്തുനാട്, കണ്ണൂർ, കാസർഗോഡ് പ്രദേശങ്ങൾ, പുറൈക്കിഴാനാട്, വടക്കേ വയനാടും ഗൂഡല്ലൂരും എന്നിവ. ഭരണം. ചക്രവർത്തിയെ പെരുമാൾ, കുലശേഖര പെരുമാൾ അഥവാ ചേരമാൻ പെരുമാൾ എന്നാണ് വിളിച്ചിരുന്നത്. ഭരണ പരമ്പരയുടെ ഏറ്റവും മുകളിലായിരുന്നു പെരുമാൾ. സിംഹാസനാരോഹണം മക്കത്തായമനുസരിച്ചായിരുന്നു. സംഘകാലത്തെന്ന പോലെ കുലശേഖരന്മാരുടെ കാലത്തും ബഹുമതിയുടെയും നീതിയുടെയും പ്രഭവ സ്ഥാനമായിരുന്നു ചക്രവർത്തി. നാടുകളുടെ അഥവാ പ്രവിശ്യകളുടെ ഭരണകാര്യങ്ങൾ പരമ്പരാഗതമായ നാടുവാഴികളോ ചക്രവർത്തി നിയമിച്ച സാമന്തന്മാരോ നിർവഹിച്ചു പോന്നു. നാടുവാഴികൾക്ക് സ്വതന്ത്ര പദവി ഉണ്ടായിരുന്നില്ലെന്ന് അവരുടെ ശാസനങ്ങളിൽ ചക്രവർത്തിയുടെ ഭരണവർഷം ഉപയോഗിച്ചിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. കോയിൽ അധികാരികൾ എന്നൊരു രാജകീയ പ്രതിനിധി സാമന്തന്മാരുടെ ഭരണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നു. രാജവംശത്തിലെ അടുത്ത ഭരണാധികാരിയെ ആയിരുന്നു മിക്കപ്പോഴും കോയിൽ അധികാരിയായി നിയമിച്ചു പോന്നത്. നാടുവാഴികളെ അവരുടെ ഭരണമേഖലകളിൽ മുന്നൂറ്റുവർ, അറുന്നൂറ്റുവർ തുടങ്ങിയ പ്രാദേശിക സമിതികൾ നിയന്ത്രിച്ചിരുന്നു. വേണാടിനും ഓടനാടിനും നന്റുഴൈ നാടിനും മുന്നൂറ്റുവരും കാൽക്കരൈ നാടിനും കീഴ്മലൈ നാടിനും അറുന്നൂറ്റുവരും ഉണ്ടായിരുന്നതായി അക്കാലത്തെ ശാസനങ്ങളിൽ നിന്ന് അറിയാം. ഈ പ്രാദേശിക സമിതികൾക്ക് അതത് നാടുകളിലെ ഭരണകാര്യങ്ങളിൽ നിർണായകമായ അധികാരമുണ്ടായിരുന്നു. നാടുകളെ ദേശങ്ങളായി വിഭജിക്കുകയും ദേശങ്ങളുടെ ഭരണാധികാരികളായി ദേശവാഴികളെ അഥവാ വാഴ്ക്കൈ വാഴികളെ നിയമിക്കുകയും ചെയ്തിരുന്നു. അതാത് ദേശങ്ങളിലെ പ്രാതിനിധ്യ സ്വഭാവമുള്ള കൂട്ടങ്ങളുടെ പരിപൂർണ നിയന്ത്രണത്തിലായിരുന്നു ദേശവാഴികൾ ഭരണം നടത്തിയത്. മഹോദയപുരം, കൊല്ലം തുടങ്ങിയ വലിയ നഗരങ്ങൾക്ക് പ്രത്യേകം കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. കരയായിരുന്നു സാമ്രാജ്യത്തിന്റെ ഏറ്റവും ചെറിയ ദേശഘടകം. പഞ്ചായത്താണ് കരയുടെ ഭരണം നടത്തിയിരുന്നത്. സാമ്രാജ്യ ഭരണത്തിന് വിപുലമായ ഏർപ്പാടുകൾ ഉണ്ടായിരുന്നതിന്റെ വിശദ വിവരങ്ങൾ അക്കാലത്തെ ശാസനങ്ങളിലുണ്ട്.
അവയിൽ പല ഭരണാധികാരികളുടെയും ഔദ്യോഗിക നാമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം. അധികാരി, പടനായകൻ, കീഴ്പ്പടനായകൻ, ഭണ്ഡാരം കാപ്പാൻ, രാജഭണ്ഡാരത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നയാൾ, മതിൽ നായകൻ, ഫോർട്ട് ഓഫീസർ, തീയമാഴ്വാൻ, പോലീസ് ഇൻസ്പെക്ടർ, തിരുവായ് കേൾപ്പാൻ, രാജാവിന്റെ കൽപ്പനകൾ എഴുതിയെടുക്കുന്ന ഉദ്യോഗസ്ഥൻ തുടങ്ങിയവർ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരിൽ ചിലരാണ്. നിയമസമാധാനങ്ങളുടെ സംരക്ഷണത്തിന് കർശനമായ വ്യവസ്ഥകളുണ്ടായിരുന്നു. കുറ്റങ്ങളെയും ശിക്ഷകളെയും കുറിച്ച് കൃത്യമായി നിർദ്ദേശിക്കുന്ന സ്ഥിരമായ ഒരു നിയമസംഹിത ഉണ്ടായിരുന്നതായി അറിയാം. പിഴയും തടവുമായിരുന്നു സാധാരണ ശിക്ഷകൾ. മരണശിക്ഷയും ഇല്ലാതിരുന്നില്ല. ക്ഷേത്രം വക വസ്തുക്കളോ ധനമോ ദുർവിനിയോഗം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ എന്നേക്കുമായി പിരിച്ചുവിടുമായിരുന്നു. ചേര സാമ്രാജ്യത്തിലെ നികുതി ഘടനയനുസരിച്ച് അന്നത്തെ ശാസനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം, നികുതിക്ക് പദവാരം എന്നാണ് പറഞ്ഞിരുന്നത്. ചേര സാമ്രാജ്യത്തിലെ നികുതി ഘടനയെക്കുറിച്ച് അന്നത്തെ ശാസനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഭൂനികുതിക്ക് പദവാരം എന്നാണ് പറഞ്ഞിരുന്നത്. രാജാവിന് ചെല്ലേണ്ട വാരം ഭാഗം, കോതപ്പവാരവും ദേശവാഴിക്ക് നൽകേണ്ട വാരം പതിപ്പതവാരവും ആയിരുന്നു. മൊത്തം ഉൽപ്പന്നത്തിന്റെ 1/10 വീതമായിരുന്നു ഈ ഓരോ നികുതിയും. അങ്ങനെ അന്നത്തെ കുടിയാൻ ആകെയുള്ള ഉൽപ്പന്നത്തിന്റെ 1/5 നികുതിയായി കൊടുത്തിരുന്നു. അന്ന് നിലവിലിരുന്ന മറ്റു ചില നികുതികളാണ് തളൈക്കാണം, കള്ളു ചെത്തുന്നവരിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതി. ഏണിക്കാണം, ഏണി ഉപയോഗിക്കുന്ന മരം കയറ്റക്കാർ കൊടുത്തിരുന്ന നികുതി. മേനിപ്പൊന്ന്, ആഭരണം അണിയാനുള്ള അവകാശത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന നികുതി. പൊലിപ്പൊന്ന്, ഒരു തരം വിൽപ്പന നികുതി മുതലായവ. പുരമേയുന്നതിനും നികുതി ഏർപ്പെടുത്തിയിരുന്നു. കുടനാഴി എന്നൊരു നികുതിയെക്കുറിച്ചും ശാസനങ്ങളിൽ പറഞ്ഞു കാണുന്നു. ഒരു കുടം കള്ളിന് നാഴിക്കള്ള് എന്ന കണക്കിന് കൊടുക്കേണ്ടിയിരുന്ന നികുതിയാണിത്. സ്ത്രീ തൊഴിലാളികളിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതിയാണ് മുലൈ വില, പാക്കുടം, ഉൽക്ക്, തുലാക്കൂലി മുതലായവ ചുങ്കങ്ങളോ അങ്ങാടിക്കരങ്ങളോ ആയിരുന്നു. അന്ന് അടിമക്കച്ചവടം പ്രചാരത്തിലിരുന്നതായി കാണാം. കുറ്റവാളികളെ അടിമകളായി വിൽക്കാനും അതിൽ നിന്ന് കിട്ടുന്ന ആദായം സ്വയം ചെലവഴിക്കാനും ദേശവാഴികൾക്ക് അധികാരമുണ്ടായിരുന്നു. അടിമകളെ സൂക്ഷിക്കുന്നവർ അതിനുവേണ്ടി കൊടുത്തിരുന്ന നികുതിയാണ് ആൾക്കാശ്. തുറമുഖങ്ങളിൽ നിന്ന് ഈടാക്കി പോന്ന ചുങ്കം ഇനത്തിലും രാജ്യത്തിന് നല്ല വരവുണ്ടായിരുന്നു. കുലശേഖരന്മാർക്ക് സാധാരണ സൈന്യത്തിന് പുറമെ സുസജ്ജമായൊരു കപ്പൽപ്പടയും ഉണ്ടായിരുന്നു. യുവാക്കന്മാർക്ക് യുദ്ധപരിശീലനം നൽകിപ്പോന്ന സൈനിക വിദ്യാശാലകൾ ചേര സൈന്യത്തെ സുശക്തമാക്കി. യുദ്ധങ്ങളിൽ നാവിക സൈന്യം കരസൈന്യത്തോട് പരിപൂർണമായി സഹകരിച്ചു. കേരളീയർക്ക് അതിപ്രാചീന കാലം മുതലേ സമുദ്രസഞ്ചാരത്തിന്റെ തത്വങ്ങൾ വശമായിരുന്നല്ലോ. ആ പാരമ്പര്യം അവർ കുലശേഖരന്മാരുടെ കാലത്തും അഭംഗുരം നിലനിർത്തിപ്പോന്നു. ചേര നാവിക സൈന്യം ചോളചേര യുദ്ധത്തിൽ ഫലപ്രദമായി വഹിച്ച പങ്കിന് ചോള ശാസനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. രാജധാനി മഹോദയ് അഥവാ മഹോദയപുരമായിരുന്നു കുലശേഖരന്മാരുടെ രാജധാനി. മഹോദയപുരത്തിന്റെ പ്രതാപവും ഗാംഭീര്യവും അക്കാലത്തെ കൃതികളിൽ പ്രതിഫലിച്ചു കാണാം. ഉയർന്ന കോട്ടമതിലുകളാൽ ചുറ്റപ്പെട്ടിരുന്ന രാജധാനിയിൽ പരിഷ്കൃത ജീവിതത്തിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. മഹോദയപുരത്തിന്റെ ചില ഭാഗങ്ങളായിരുന്നു സേനാമുഖം, കോട്ടയ്ക്കകം, ഗോത്രമല്ലേശ്വരം, കൊടുങ്ങല്ലൂർ, ബാലക്രീഡേശ്വരം മുതലായവ. നഗരത്തിലും പരിസരങ്ങളിലും വിശാലമായ രാജവീഥികളും അവയുടെ പാർശ്വങ്ങളിൽ മനോഹരമായ സൗധങ്ങളും ഉണ്ടായിരുന്നു. ഗോത്ര മല്ലേശ്വരത്തായിരുന്നു പെരുമാക്കന്മാരുടെ അഥവാ കുലശേഖരന്മാരുടെ കൊട്ടാരമെന്ന് ശങ്കരനാരായണീയത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. 9ഉം 10ഉം നൂറ്റാണ്ടുകളിൽ വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രമുഖ കേന്ദ്രമെന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും വിഖ്യാതമായിരുന്നു മഹോദയപുരം. വേണ്ട സജ്ജീകരണങ്ങളോടുകൂടിയ ഒരു ഗോള നിരീക്ഷണശാല ഒബ്സർവേറ്ററി അത് തെക്കേ ഇന്ത്യയിൽ ആദ്യത്തേതായിരിക്കണം. കുലശേഖരന്മാരുടെ സംരക്ഷണത്തിൽ അവിടെ പ്രവർത്തിച്ചിരുന്നു. സ്ഥാണുരവിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ആസ്ഥാന പണ്ഡിതനായ ശങ്കരനാരായണന്റെ മേൽനോട്ടത്തിലായിരുന്നു അത്. നിരീക്ഷണാലയത്തിന്റെ ഒരു വിഭാഗത്തിൽ സ്ഥാണുരവി ചില പ്രത്യേക യന്ത്രങ്ങൾ സ്ഥാപിക്കുകയാൽ ആ വിഭാഗം രവിവർമ്മ യന്ത്രവലയം എന്ന പേരിൽ അറിയപ്പെട്ടു. രാശിചക്രം, ജലേശസൂത്രം, ഗോളയന്ത്രം മുതലായി രവിവർമ്മ യന്ത്രവലയത്തിൽ സ്ഥാപിച്ചിരുന്ന വിശേഷ യന്ത്രങ്ങളെക്കുറിച്ച് ശങ്കരനാരായണീയത്തിൽ പറയുന്നുണ്ട്. ഈ നിരീക്ഷണശാല ആര്യഭടന്റെ ജ്യോതിശാസ്ത്ര സിദ്ധാന്തവും അനുസരിച്ചാണ് പ്രവർത്തിച്ചത്. കൃത്യമായി സമയം രേഖപ്പെടുത്താനും ഓരോ ഘടിക നാഴിക കഴിയുന്തോറും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണിനാദത്താൽ പൊതുജനങ്ങളെ സമയം അറിയിക്കുവാനുമുള്ള ഏർപ്പാടുകൾ രാജധാനിയിൽ ഉണ്ടായിരുന്നു. ഈ സമ്പ്രദായം 15ാം ശതകത്തിന്റെ ആരംഭത്തിലും കേരളത്തിൽ നിലനിന്നിരുന്നതായി കോക സന്ദേശത്തിൽ നിന്ന് AD 1400 നിന്ന് മനസ്സിലാക്കാം.
1970 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൊടുങ്ങല്ലൂരും പരിസരങ്ങളിലും ചെറിയ തോതിലുള്ള പുരാവസ്തു ഖനനം നടന്നുവെങ്കിലും ഉദ്ദേശിച്ചത്ര ഫലങ്ങൾ ലഭിച്ചില്ല. വാണിജ്യ അഭിവൃദ്ധി. കുലശേഖര സാമ്രാജ്യത്തിന് വിദേശ രാജ്യങ്ങളുമായി വ്യാപകമായ വാണിജ്യമുണ്ടായിരുന്നു. കാന്തളൂർ, കൊല്ലം, വിഴിഞ്ഞം, കൊടുങ്ങല്ലൂർ എന്നിവയായിരുന്നു അന്നത്തെ പ്രധാന തുറമുഖങ്ങൾ. അക്കാലത്ത് കേരളത്തിൽ വന്ന അറബി സഞ്ചാരികളായ സുലൈമാനും മസൂദിയും കേരളീയരുടെ ഉയർന്ന സന്മാർഗബോധത്തെയും കേരള സാമ്രാജ്യം വിപുലമായ വിദേശ വാണിജ്യം കൊണ്ട് കൈവരിച്ച സാമ്പത്തിക അഭിവൃദ്ധിയെയും പ്രശംസിച്ചിട്ടുണ്ട്. കേരളം ചൈനയുമായി നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന വ്യാപാരത്തെക്കുറിച്ച് സുലൈമാൻ എടുത്തു പറയുന്നു. ചൈനക്കാർ കേരളത്തിൽ നിന്ന് കുരുമുളക്, കറുവാപ്പട്ട, തേക്ക്, ദന്തം, മുത്ത്, പരുത്തിത്തുണി എന്നിവ വാങ്ങുകയും ഇവിടെ മീൻവലകൾ, കളിമൺ പാത്രങ്ങൾ, പട്ടുകൾ മുതലായവ വിൽക്കുകയും ചെയ്തു. ചീന എന്ന വിശേഷണം ചേർത്ത് വ്യവഹരിക്കുന്ന ഒട്ടേറെ സാധനങ്ങളുടെ പേരുകൾ ഇപ്പോഴും കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട്. ചീന ഓടം, ഒരു തരം വള്ളം, ചീനവല, ചീനവെടി, ചീനച്ചട്ടി മുതലായവ ഉദാഹരണങ്ങൾ. ഇവ ആദ്യമായി കേരളത്തിൽ പ്രചരിപ്പിച്ചത് ചീന കച്ചവടക്കാർ ആയിരുന്നിരിക്കണം. വ്യാപാരികളുടെ സമിതികൾക്കും വാണിജ്യ സംഘടനകൾക്കും കേരളത്തിലെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സുപ്രധാനമായ സ്ഥാനം കുലശേഖര കാലഘട്ടത്തിന്റെ ശ്രദ്ധാർഹമായ ഒരു സവിശേഷതയാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാണിക് സംഘടനകളായിരുന്നു മണിഗ്രാമം, അഞ്ചുവണ്ണം, വളഞ്ചിയർ, നാനാദേശികൾ എന്നിവ. ഇവയിൽ ഓരോന്നിന്റെയും പ്രത്യേകമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് അറിഞ്ഞുകൂടാ. ചിലരുടെ അഭിപ്രായത്തിൽ രത്നവ്യാപാരികളുടെ സംഘടനയായിരുന്നു മണിഗ്രാമം. ഒരുപക്ഷെ മണിഗ്രാമം എന്നതിന് ഒരു വലിയ വണിക് സംഘടന എന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വരാം. അവർ മറ്റു സാധനങ്ങളിലും വ്യാപാരം നടത്തിയിരിക്കാം. 5 തരം ചരക്കുകൾ കൊണ്ട് വ്യാപാരം ചെയ്തവരുടെ സമിതിയായിരുന്നു അഞ്ചുവണ്ണമെന്നും പ്രധാനമായും വിദേശങ്ങളുമായി വാണിജ്യം നടത്തിയവരായിരുന്നു വളഞ്ചിയരെന്നും പറയപ്പെടുന്നു. നാനാദേശികൾ ചോളാക്രമണത്തെ തുടർന്ന് കേരളത്തിൽ വന്ന് വിദേശ വാണിജ്യം നടത്തിയവരായിരിക്കാം. ഇപ്പോഴുള്ള തെളിവുകൾ വെച്ച് കൃത്യമായതെന്തെങ്കിലും പറയുക പ്രയാസമാകയാൽ മേൽപ്പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം കേവലം ഊഹങ്ങളാണ്. ഈ വാണിജ്യ സംഘടനകളും വണിക് സമിതികളും ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കുകയും കേരളത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഗണ്യമായ സംഭാവനകൾ നൽകുകയും ചെയ്തു. രാജ്യത്തിലെ പൊതുജീവിതത്തിൽ അവർ വഹിച്ചിരുന്ന സജീവമായ പങ്കിനെക്കുറിച്ച് അക്കാലത്തെ ശാസനങ്ങളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. കൊല്ലത്തെ നഗരജീവിതത്തിൽ അഞ്ചുവണ്ണത്തിനും മണിഗ്രാമത്തിനും ഉണ്ടായിരുന്ന പ്രാധാന്യം തരിസാപ്പള്ളി ശാസനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അഞ്ചുവണ്ണക്കാരുടെ ദൈനംദിനമുള്ള മേൽനോട്ടത്തിലായിരുന്നു കൊല്ലത്ത് ചുങ്കം വസൂലാക്കിയിരുന്നത്. കൊല്ലം നഗരത്തിന്റെ പ്രതിരോധവും സംരക്ഷണവും അഞ്ചുവണ്ണത്തിന്റെയും മണിഗ്രാമത്തിന്റെയും അറുന്നൂറ്റുവർ എന്ന നഗരസമിതിയുടെയും സംയുക്തമായ ചുമതലയിലായിരുന്നു. തരിസാപ്പള്ളി ശാസനപ്രകാരം ക്രിസ്ത്യൻ പള്ളിക്ക് വിട്ടുകൊടുത്ത സ്ഥലങ്ങളുടെ സംരക്ഷണവും ഈ 3 കൂട്ടരും ചേർന്ന് നിർവഹിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. ചക്രവർത്തിയും നാടുവാഴികളും ഈ വ്യാപാരി സംഘടനകളുടെ സഹായവും സഹകരണവും നേടാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി അവർക്ക് പ്രത്യേക അവകാശങ്ങളും വിശേഷാധികാരങ്ങളും ചാർത്തിക്കൊടുക്കുകയും ചെയ്തു. ക്രിസ്ത്യൻ, ജൂത സമുദായങ്ങൾക്ക് വ്യാപാര രംഗത്ത് എതിരില്ലാത്ത പദവിയും പ്രാമാണ്യവും ഉണ്ടായിരുന്നതായി അക്കാലത്തെ സിറിയൻ ക്രിസ്ത്യൻ ശാസനങ്ങളും ജൂതശാസനവും വ്യക്തമാക്കുന്നു. ഭാഷയും സാഹിത്യവും. മലയാള ഭാഷയും സാഹിത്യവും രൂപം കൊണ്ടു തുടങ്ങുന്നത് കുലശേഖരന്മാരുടെ കാലത്താണ്. 9-ാം ശതകത്തിന്റെ ആരംഭത്തിൽ മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായി ഉരുത്തിരിയാൻ തുടങ്ങുകയും കാലക്രമേണ തമിഴിൽ നിന്ന് വേർപെടുകയും ചെയ്തു. ക്രമാനുഗതമായി ഒരു പുതിയ ഭാഷയും ലിപിയും സാഹിത്യവും ആവിർഭവിച്ചു. ഭാഷ അപ്പോഴും അവികസിതമായിരിക്കുകയാൽ കുലശേഖരന്മാരുടെ കാലത്ത് മലയാളത്തിൽ ഉത്കൃഷ്ട സാഹിത്യ കൃതികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തമിഴിലും സംസ്കൃതത്തിലും അക്കാലത്ത് കേരളത്തിന്റെ സാഹിത്യ സംഭാവന സമ്പന്നമായിരുന്നു. ആ 2 ഭാഷകളുമായിരുന്നു അന്ന് വിദ്യാഭ്യാസത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നത്. കുലശേഖരന്മാർ മഹാപണ്ഡിതന്മാരായിരുന്നു. അവർ വിജ്ഞാനത്തെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കുലശേഖര ആഴ്വാർ തമിഴിൽ പെരുമാൾ തിരുമൊഴിയും സംസ്കൃതത്തിൽ മുകുന്ദമാലയും രചിച്ചു. ഒരു കുലശേഖര ചക്രവർത്തിയാണ് തപതീ സംവരണം, സുഭദ്രാധനഞ്ജയം, വിച്ഛിന്നാഭിഷേകം എന്നീ നാടകങ്ങളുടെയും ആശ്ചര്യമഞ്ജരി എന്ന ഗദ്യകൃതിയുടെയും കർത്താവ്. യമക കവിയായ വാസുദേവ ഭട്ടതിരിയുടെ പുരസ്കർത്താവും ഒരു കുലശേഖരനായിരുന്നു. മഹാഭാരതം ഇതിവൃത്തമാക്കി 8 സർഗങ്ങളിൽ വസുദേവൻ നിർമ്മിച്ച യുധിഷ്ഠിര വിജയം ഒരു യമക കാവ്യമെന്ന നിലയിൽ സംസ്കൃതത്തിൽ ഏറ്റവും പ്രശസ്തമാണ്. ത്രിപുരദഹനം, ശൗരികഥോദയം എന്നിങ്ങനെ ശബ്ദാലങ്കാര പ്രധാനമായ 2 കാവ്യങ്ങൾ കൂടി ഇദ്ദേഹം എഴുതിയതായി പറയപ്പെടുന്നു. നളോദയവും
വസുദേവന്റേതായിരുന്നിരിക്കണം. സുപ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനും ശങ്കരനാരായണീയത്തിന്റെ കർത്താവുമായ ശങ്കരനാരായണൻ ഈ കാലഘട്ടത്തെ പ്രഭാമയമാക്കിയവരിൽ ഒരാളാണ്. അദ്വൈത ദാർശനികനായ ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുകൾക്കും ഭാഷകൾ എഴുതിയതും വിവേക ചൂടാമണി, ഉപദേശ സാഹസ്രി, ആത്മബോധം, മോഹമുദ്ഗരം എന്നീ വേദാന്ത കാവ്യങ്ങളും ശിവാനന്ദലഹരിയും സൗന്ദര്യലഹരിയും മറ്റ് ഒട്ടേറെ സ്തോത്രങ്ങളും രചിച്ചതും കുലശേഖരന്മാരുടെ കാലത്തായിരുന്നു. ഐതിഹ്യപ്രകാരം ഐരാണിക്കുളം മുകുന്ദപുരം താലൂക്ക് ഗ്രാമത്തിലെ ഒരു നമ്പൂതിരി ബ്രാഹ്മണനായിരുന്ന തോലനും ഈ കാലഘട്ടത്തിന്റെ സന്തതിയാണ്. കൂടിയാട്ടത്തിന്റെ അഭിനയ സങ്കേതങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന പല ആട്ടപ്രകാരങ്ങളും അവയുടെ അനുബന്ധമെന്ന നിലയിൽ ദീർഘവും വിശദവുമായ നടാഭിനയ നിർദ്ദേശങ്ങളടങ്ങുന്ന ക്രമദീപികയും തോലന്റെ കൃതികളാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഈ പ്രകാരങ്ങളും ക്രമദീപികയും മലയാള സാഹിത്യത്തിന്റെ അതിപ്രാചീന മാതൃകകളാണ്. ആശ്ചര്യ ചൂടാമണി എന്ന നാടകത്തിന്റെ കർത്താവ് എന്ന നിലയിൽ സുപ്രശസ്തനായ ശക്തിഭദ്രനും ഈ കാലത്താണ് ജീവിച്ചിരുന്നത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കേരള രാജകുമാരനായ ഇളങ്കോ അടികൾ തമിഴിലെ മഹാകാവ്യങ്ങളിൽ ഒന്നായ ചിലപ്പതികാരം നിർമ്മിച്ചത് AD 8-ാം ശതകത്തിലായിരുന്നു എന്ന വസ്തുതയും ഇവിടെ ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ.